നമസ്കാരം. ഇറാനുമായി നിലവിലുണ്ടായിരുന്ന വെടിനിർത്തൽ കരാർ അവസാനിച്ചതായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തുർക്കിയിൽ നടക്കുന്ന നാറ്റോ ഉച്ചകോടിയുടെ വേദിയിലാണ് ലോകത്തെ മുഴുവൻ ആശങ്കയിലാഴ്ത്തുന്ന പ്രഖ്യാപനം ട്രംപ് നടത്തിയത്. ഹോർമൂസ് കടലിടുക്കിൽ വാണിജ്യ കപ്പലുകൾക്ക് നേരെ ഇറാൻ നടത്തിയ ആക്രമണത്തിന് മറുപടിയായി ഇറാന്റെ സൈനിക താവളങ്ങൾക്ക് നേരെ യുഎസ് വ്യോമസേന ശക്തമായ തിരിച്ചടി നൽകിയതിന് തൊട്ടു പിന്നാലെയാണ് ട്രംപിന്റെ നയം വ്യക്തമാക്കൽ. ഇറാനുമായുള്ള വെടിനിർത്തൽ കരാർ അവസാനിച്ചുവെന്നാണ് എന്റെ വിലയിരുത്തൽ. അവരുമായി ഇനി ചർച്ചകൾ നടത്തുന്നതിൽ അർത്ഥമില്ല. അത് സമയം കളയൽ മാത്രമാണെന്ന് ട്രംപ് വ്യക്തമാക്കി. അതേസമയം നയതന്ത്ര പ്രതിനിധികൾക്ക് ആവശ്യമെങ്കിൽ തുടർ ചർച്ചകൾ നടത്താമെങ്കിലും അതിൽ തനിക്ക് വലിയ പ്രതീക്ഷയില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഹോർമൂസ് കടലിടുക്കിൽ ഖത്തറിന്റെയും സൗദി അറേബ്യയുടെയും എണ്ണക്കപ്പലുകൾക്ക് നേരെയുണ്ടായ പ്രകോപനത്തിന് മറുപടിയായാണ് ചൊവ്വാഴ്ച വൈകിട്ടോടെ യുഎസ് സൈന്യം പ്രത്യാക്രമണം അഴിച്ചുവിട്ടത്. ഇറാന്റെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങളും ലക്ഷ്യമിട്ട് അമേരിക്ക നടത്തിയ ശക്തമായ ആക്രമണങ്ങൾക്ക് പിന്നാലെ ഇറാനിൽ നിന്നുള്ള എണ്ണ കയറ്റുമതിക്ക് ഏർപ്പെടുത്തിയിരുന്ന ഉപരോധ ഇളവുകൾ യുഎസ് ട്രഷറി വകുപ്പ് റദ്ദാക്കുകയും ചെയ്തിരുന്നു. യുഎസിന്റെ കടുത്ത നടപടിക്ക് പിന്നാലെ ബഹ്റൈനിലെയും കുവൈറ്റിലെയും യുഎസ് സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ തിരിച്ചടി തുടങ്ങിയിട്ടുണ്ട്. കൂടാതെ അമേരിക്കയുടെ റീപ്പർ ഡ്രോൺ തകർത്തതായും ഇറാൻ അവകാശപ്പെട്ടു. പുതിയ സംഭവ വികാസങ്ങളുടെ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി മേഖലയിൽ നിലനിന്നിരുന്ന താൽക്കാലിക സമാധാനം പൂർണ്ണമായും തകരുകയും പശ്ചിമേഷ്യൻ മേഖല വീണ്ടും വൻ യുദ്ധത്തിലേക്ക് വഴിമാറുകയും ചെയ്യുമെന്ന ഭീതി ഉയർന്നിരിക്കുകയാണ്. യുഎസിന്റെ ഒരു MQ-9 ഡ്രോൺ ഇറാൻ വെടിവെച്ചിട്ടു. ഇറാന്റെ ബുഷഹർ പ്രവിശ്യയിലെ ഖോർമുസിന് മുകളിൽ വെച്ചാണ് വെടിവെച്ചിട്ടതെന്ന് ഇറാൻ റവല്യൂഷണറി ഗാർഡ് വക്താവ് ഹുസൈൻ മഹബി അറിയിച്ചതായി തസ്നീം ന്യൂസ് റിപ്പോർട്ട് ചെയ്തു. യുഎസ് സൈന്യം ആക്രമിച്ചതിനാലാണ് തിരിച്ചടിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു. ബഹ്റൈനിലെയും കുവൈറ്റിലെയും 85 അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ട് ആക്രമണം നടത്തിയതായി ഇറാൻ അവകാശപ്പെട്ടു. ഇറാന്റെ തെക്കൻ പ്രവിശ്യകൾക്ക് നേരെയുണ്ടായ യുഎസ് ബോംബാക്രമണത്തിനുള്ള പ്രാഥമിക മറുപടിയായാണ് ഇതെന്നാണ് ഇറാനിയൻ റവല്യൂഷണറി ഗാർഡ്സ് വ്യക്തമാക്കുന്നത്. ബഹ്റൈനിലെ യുഎസ് 5ാം കപ്പൽപ്പടയുടെ താവളവും കുവൈറ്റിലെ അലി അൽസലൈം വ്യോമത്താവളവും ഉൾപ്പെടെയുള്ള തന്ത്രപ്രധാന കേന്ദ്രങ്ങൾ തകർത്തതായും IRGC അവകാശപ്പെടുന്നു. കുവൈറ്റിന് നേരെ ഇന്ന് പുലർച്ചെ 6 മണിയോടെയായിരുന്നു പുതിയ ആക്രമണം. അതിർത്തി കടന്നെത്തിയ ഡ്രോണുകളും മിസൈലുകളും പ്രതിരോധിച്ചതായി സൈന്യം അറിയിച്ചു. ആക്രമണത്തിന് പിറകെ രാജ്യവ്യാപകമായി സൈറൻ മുഴങ്ങി. സ്ഥിതിഗതികൾ അധികൃതർ വിലയിരുത്തി വരികയാണ്. സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിക്കാൻ സൈന്യം എല്ലാവരോടും അഭ്യർത്ഥിച്ചു. ഫെബ്രുവരി 28-ന് യുഎസ് ഇറാൻ സംഘർഷത്തിന് പിറകെ കുവൈറ്റിന് നേരെ തുടർച്ചയായി ഇറാൻ ആക്രമണങ്ങൾ നടത്തിയിരുന്നു. അടുത്തിടെ ഇറാൻ യുഎസ് സമാധാന കരാർ നിലവിൽ വന്നതോടെ സ്ഥിതിഗതികൾ ശാന്തമായിരുന്നു. ഇതിനിടെയാണ് ഇന്നത്തെ പുതിയ ആക്രമണം. ബഹ്റൈനിലും വ്യോമാക്രമണ മുന്നറിയിപ്പ് മുഴങ്ങി. ജനങ്ങളോട് ശാന്തരായിരിക്കാനും ഏറ്റവും അടുത്തുള്ള സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറാനും ബഹ്റൈൻ ആഭ്യന്തര മന്ത്രാലയം നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അമേരിക്കൻ സൈന്യം ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ വ്യോമാക്രമണം നടത്തിയതിനെ തുടർന്ന് മേഖലയാകെ കനത്ത ജാഗ്രതയിലാണ്. ഹോർമൂസ് കടലിടുക്കിലൂടെ സഞ്ചരിച്ച 3 വാണിജ്യ കപ്പലുകൾക്ക് നേരെയുണ്ടായ ആക്രമണത്തിന് മറുപടിയായി ഇറാനിലെ തന്ത്രപ്രധാന കേന്ദ്രങ്ങളിൽ അമേരിക്കൻ സൈന്യം വ്യോമാക്രമണം നടത്തിയിരുന്നു. ചൊവ്വാഴ്ച ആരംഭിച്ച സൈനിക നടപടിയിൽ ഇറാനിലെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ, തീരദേശ നിരീക്ഷണ സംവിധാനങ്ങൾ, ഉപരിതലത്തിൽ നിന്നും വായുവിലേക്കുള്ള മിസൈലുകൾ, കപ്പൽവേധ ക്രൂയിസ് മിസൈലുകൾ, ഡ്രോൺ വിക്ഷേപണ കേന്ദ്രങ്ങൾ എന്നിവയാണ് യുഎസ് ലക്ഷ്യമിട്ടതെന്നും പെന്റഗൺ വൃത്തങ്ങൾ അറിയിച്ചു.